ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് പറയാനുള്ള ടോപ്പിക്, നമ്മളെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണിയെടുക്കുകയാണ് മക്കളെ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് ഒരാൾ അപ്പം കൂട്ടുകാർ എല്ലാവരും കാണില്ല. എന്നിപ്പോൾ നമ്മളെ ചായക്കടി എന്താണെന്നില്ല, ദോശയും കടലക്കറി കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഗ്രീൻ പീസ് കടല കറി വെക്കുന്നത്. ആ ചുവന്ന കടലിനെക്കാട്ടിലും ഇഷ്ടം എനിക്ക് ഇതാട്ടോ. അതിപ്പോൾ നമ്മളിന്ന് രാവിലെ ഇതാണ് ഉണ്ടാക്കിക്കണേ, ദോശയും കടലക്കറി. അപ്പം ഞാനിവിടെ ദോശ ഇട്ട് ഇങ്ങനെ റെഡി ആക്കുമ്പോൾ നിൽക്കാണ്ട് ഒന്നുമില്ല പരിപാടി ഇതാട്ടോ. രാവിലെ നീക്കുക, പല്ല് തേക്കുക, നിസ്കരിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം തട്ടിക്കൊട്ടാൻ പോകും. അങ്ങനെ ഇപ്പോൾ ഇതാ ഓട്ടോറിക്ഷ ഒന്ന് തട്ടിക്കൊട്ടുന്നുണ്ട്. കടലക്കറിയും അങ്ങനെ അതിൻ്റെ ദിവസം മൊഞ്ചാക്കി കൊടുത്തിട്ട് തന്നെ അങ്ങ് കൊണ്ടുപോകും. അതെല്ലാം കഴിഞ്ഞ് ചായ കുടിച്ച് മൂപ്പരെ ഇറങ്ങാൻ നോക്കാം. അപ്പോൾ കൂട്ടുകാരെ നിച്ച് മോനും ഒക്കെയും കൂടി വീട്ടിൽ പോകാൻ നിൽക്കട്ടെ. അവിടെ പാലുണ്ടെന്ന്, അപ്പോൾ അത് കൊണ്ടുവരാൻ പോകാൻ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണക്കാക്ക് ഇവിടെ പോകാൻ ഓട്ടോറിക്ഷയിൽ പോവാൻ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് ശരിയാവുന്നില്ല എന്നറിയാം കേട്ടോ. എന്നാലും വേണ്ടില്ല കേട്ടോ. ഇവിടെ കൊടുന്നേ ചിക്ക പത്ത് നിച്ചെടുക്കാൻ പോന്നേ. എങ്ങോട്ട് എടുക്ക പോന്നേരാ? എന്തിന്? പാത്തസ് ഇപ്പൊ പോണേട്ടോ, ഒപ്പം പോവാൻ നിൽക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ ഈ വെള്ളക്കുപ്പി കൊണ്ടേ കൊടുക്കട്ടെ കേട്ടോ. പോരെ കൂട്ടുകാരെ, ഞാനും എൻ്റെ കുട്ടിയും കൂടി ഇനി ഇപ്പച്ചിക്ക് വെള്ളക്കുപ്പി കൊണ്ടേ കൊടുക്കട്ടെ. ഓള് കരയിൽ ഇറങ്ങിയേക്കും, മറ്റവരെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട്. ഓ ഇതാ സ്റ്റീലിൻ്റെ കുപ്പി ഉണ്ടാവും മനസ്സിലാവും. സാധനം എഴുതി വിടാന്ന്, സാധനത്തിൻ്റെ ബില്ല് എഴുതി വിടാന്ന്, സാധനം എഴുതി വിടാന്ന്. ഇല്ല ഇപ്പം എഴുതി വിടും. ഹായ് ആയിട്ടില്ല, പോരാ കേട്ടാ. രണ്ട് കല്ലുണ്ടാവും. ഈ സാധനം വാങ്ങാനുണ്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കാം. കൂട്ടുകാരെ, ഞങ്ങൾ രണ്ടാളും മാത്രം ഇവിടെ. ഇക്കൊക്കെ പോയില്ലേ? കുഞ്ഞോളിക്കൊക്കെ പോയില്ലേ? ഇക്കൊക്കെ പോയില്ലേ? ദേഷ്യം വന്നു കേട്ടോ. അവൾക്ക് ദേഷ്യം വന്നില്ല. വീട്ടിൽ പോയിട്ട് സാധനം എല്ലാം കൊടുന്നോട്ടോ. എന്തൊക്കെ കൊടുന്നോട്ടോ നോക്കാം നമുക്ക്. 6 റൂട്ടിൻ്റെ ബിസ്ക്കറ്റ്, പിന്നെ കുട്ടിക്ക് കഞ്ഞീൻ്റെ അരി കേട്ടോ, ചെറിയ അരി ഉണ്ടാവില്ലേ അത്, പിന്നെ നേന്ത്രപ്പഴം നമുക്ക് അത്യാവശ്യം, പിന്നെ ഉപ്പേരിക്ക് കയ്പ്പക്ക. ആർക്കൊക്കെ കയ്പ്പക്ക ഇഷ്ടമല്ല ചിലന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനം കയ്പ്പക്ക. വേറെ ഒന്നും കറിയൊന്നും വേണ്ട ആവശ്യമില്ല. അത് ഉപ്പേരി വെക്കുകയാണെങ്കിൽ കേട്ടോ. കയ്പ്പയ്ക്ക് പയറും ഇതും തന്നെ ഉള്ളൂ കേട്ടോ. അവിടെ നല്ലോണം വെന്ത് കേട്ടോ. അത് ഞാൻ ഓർക്ക് രാവിലെ എന്നും കുറച്ച് കഞ്ഞി വെക്കും കേട്ടോ. ഉണ്ടോ, കഞ്ഞിയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഞ്ഞിയും കൊടുത്തിട്ടാണ് ഞാൻ ഉറക്കല്ലോ കേട്ടോ. നമ്മളില്ലേ ഈ ബലം അങ്ങോട്ട് നിർത്തി വെച്ചു, ഈ പണിയൊക്കെ നിർത്തി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അങ്ങ് അടിച്ചൊരു തുറക്കാൻ പോയി. അതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ വയ്യേ കണ്ടു. ചോറുന്നാണെങ്കിൽ കറിയില്ല, കറി ഫ്രിഡ്ജിലാണ്, ചൂടാക്കാൻ ഗ്യാസ് തീർന്നു. അപ്പം നമുക്ക് പുറത്തുനിന്നാക്കാം ഭക്ഷണം. നല്ല നമ്മൾക്കണ്ടോ കൊടുന്നു, പുറത്തുനിന്നല്ല. അടുപ്പ് കത്തിച്ചു പറഞ്ഞു, അടുപ്പ് കത്തിച്ചാൽ വിറകൂല, വിറകും തീർന്നു. ഇനി എന്ത് ചെയ്യുന്നില്ല, ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ നമ്മൾ ഇന്നലത്തെ ഒപ്പിച്ചിട്ട് ഇങ്ങനെ ചോറുന്നപ്പോൾ രാത്രിക്കൊക്കെ ഉണ്ടാക്കാൻ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിലാണ് ഇപ്പോൾ ഇതെല്ലാം തീർന്നത്. എന്തായാലും കുട്ടിക്കുള്ള കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടിക്കുള്ള കഞ്ഞി ചോറും വെച്ചിക്കുക. അത് രണ്ടുമുണ്ട്. കറി 2 ഫ്രിഡ്ജിലുണ്ട്.
ഞാൻ ചൂടാക്കണമെങ്കിൽ ഇപ്പോൾ ഇത് കഴിഞ്ഞിക്കണമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നില്ല കൺഫ്യൂഷനില്ല. അപ്പോൾ ഇക്കാക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ഇക്ക എന്താ പറഞ്ഞാൽ അറിയോ? ഞാൻ നോക്കട്ടെ, ആ ഭാഗത്തേക്ക് അങ്ങനെ ട്രിപ്പ് കിട്ടിയാൽ വരാം. നമ്മൾ ഇക്കാനും കാത്തിരിക്കട്ടെ. ചോറുന്നാനും ഇതുവരെ എത്തിയില്ല. 1 മണിയാവാനായി വരുന്നില്ല പ്രതീക്ഷയിലിരിക്കാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കൂ. നമ്മളെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പണിയെടുക്കുകയാണ് മക്കളെ. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു നിർത്തിക്കള പണി, ഇനി ശരിയാവില്ല. അപ്പം ഞാൻ ഇക്കാനെ വിളിച്ചു. ഇക്ക വന്നാലേ ശരിയാവുള്ളൂ പറഞ്ഞു അയാൾ. അപ്പം ഞാൻ ഇക്കാനെ വിളിച്ചപ്പോൾ ഇക്കാരനു അത് നീ തന്നെ അങ്ങ് റെഡിയാക്കി തന്നാൽ റെഡിയാവുമല്ലോ, ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. പറ്റില്ല കേട്ടോ, ഞാൻ റെഡിയാക്കിയിട്ട് റെഡിയായില്ല. അപ്പോൾ ഇക്കാരണം ഞാൻ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് ഓട്ടം കിട്ടുകയാണെങ്കിൽ ഇതിലേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി പണി നടക്കുള്ളൂ. അപ്പോൾ തൽക്കാലം എന്തായാലും ചോറവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിക്ക് എന്തെങ്കിലും തൊട്ടുവിട്ടാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കാണ്ടങ്ങ് തിന്നണം. ബാക്കിയൊക്കെ ഒക്കെ വരണം, എന്നാലേ റെഡിയാവും. പെട്ടെന്ന് അങ്ങ് ഗ്യാസ് തീർന്നു മക്കളെ. ഇനി എന്ത് ചെയ്യാനാ, എനിക്ക് ഫിറ്റ് ചെയ്യാൻ വയ്ക്കില്ല. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു പരിപാടി. കാരണം ഇതുവരെ വീട്ടിലെ അവിടെ ആണെങ്കിലും ഉമ്മ ഉണ്ടാവും ഇവിടെ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇതുവരെ അത് നയിച്ച് റെഡിയാക്കുന്ന പണി ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോൾ ഒക്കെ വന്നാലേ റെഡിയാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അടുത്തുള്ള ആരെങ്കിലും വിളിച്ചണം. അപ്പം ഇനിയിപ്പോൾ ഓല ഇടങ്ങാറാക്കണ്ടല്ലേ, ഇത് കഴിയുന്നിടത്തോളം പോട്ടെ. ഇനിയിപ്പോൾ എങ്ങാനും കുട്ടിക്കാരെയൊക്കെ ആണെങ്കിൽ ഓല വിളിച്ച് റെഡിയാക്കി ചെന്ന് എഴുതിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൻ നമുക്കിന്ന് ഫ്രീ ആയി പണിയെടുക്കണ്ടല്ലോ. ഇപ്പം അതേ രാത്രിക്കൊക്കെ നോക്കിയാൽ മതിയല്ലോ എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പം എന്താ പറയാൻ, അങ്ങനെ പോണുന്നുണ്ട്. എന്തൊക്കെ നിങ്ങളെല്ലാവരും വിശേഷം? നമ്മളത് നിങ്ങളിങ്ങനെ ദിവസം കേൾക്കുന്നുണ്ട്. നിങ്ങളെന്താ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? പിന്നെ ഇപ്പം എന്താ, ഇനിയിപ്പോൾ കുറേ പരിപാടി ഉണ്ട്. അടുക്കള പണി അല്ലെങ്കിൽ നമുക്കിവിടെ ഡ്രസ്സ് മടക്കി വെക്കാനും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ മടക്കി വെച്ചതാണ്. ഇനി അതാത് സ്ഥാനത്ത് കൊണ്ടുവച്ച് വെക്കാനുണ്ട്. അത് മടക്കാനുള്ളതാണ്. ഇനി ഓരട്ട് ഉണങ്ങിയതാണ്. ഇതെല്ലാം തിരുമ്പണതല്ലല്ലോ പ്രയാസമല്ലേ, ഈ മടക്കി വെച്ച് അത് ഒതുക്കുക, എല്ലാവരും അതാത് സ്ഥാനത്ത് എത്തിച്ചാൽ അത് അതിലേറെ വലിയ റിസ്ക് ആണല്ലോ അല്ലേ. ഒക്കെ പെണ്ണുങ്ങൾക്കില്ല നല്ല നല്ല ഭാരമുള്ള പണികളാണല്ലോ. പൊന്തണ കാര്യമല്ല, എന്നാലും നമുക്കിങ്ങനെ അതാത് സ്ഥാനത്ത് എല്ലാം കൃത്യമായിട്ട് വെക്കണം, ഒതുക്കി പെറുക്കി വെക്കണം, അങ്ങനത്തെ ഒക്കെ പണികളുണ്ട്. മറ്റേ ആണുങ്ങൾക്കല്ല സുഖം, തിന്നാൽ കുടിച്ചങ്ങ് പോയാൽ മതി. പണിയെടുക്കണം. പണി പിന്നെ ആർക്കാണെങ്കിലും ഇപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ എത്ര ഉള്ളിലിരിക്കണ പണിയാണെന്നുണ്ടെങ്കിലും അതൊരു പണി തന്നെ ആയിരിക്കും. അപ്പോൾ കൂട്ടുകാർ ഇന്ന് മെയ് ദിനാണല്ലോ അല്ലേ, തൊഴിലാളി ദിനാണിന്ന്, മെയ് 1. പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്, അന്ന് നിച്ചുമോന് അല്ല ഇട്ടുണ്ടായ നിച്ചുമോന് ഒക്കെയും കൂടി പാല് കൊണ്ടുവരാൻ പോയിനല്ലോ. അപ്പോൾ കൊണ്ടുവന്ന് പോയിട്ട് വന്നപ്പോൾ അല്ലേ എളാപ്പ വന്നിട്ടോ. എൻ്റെ എളാപ്പ ഞങ്ങൾ ഇന്നാൾ ചലഞ്ച് നടത്തിയില്ലേ ആ എളാപ്പ കേട്ടോ. ഗൾഫിൽ പോയിന് 5 മാസമായിട്ടുള്ളൂ. അപ്പോൾ തിരിച്ച് വന്നു, പണിയൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ എളാപ്പ വന്നപ്പോൾ കുറച്ച് മുട്ടായി എല്ലാം കൊടുത്തിട്ടുണ്ടായിനെ. അത് ഉമ്മ ഇല്ലേ നിച്ചുവിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു വിട്ടു മക്കളെ. നിച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട് ആർക്കെങ്കിലും കിട്ടുമോ? ഫുള്ള് എനിക്ക് വേണമെന്നുണ്ട് അങ്ങ് വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമായി. പശുമുട്ടായി കണ്ടായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, ചുമോനെ എൻ്റെ ഉമ്മച്ചിക്കൊന്നും ആറിനട്ടോ പശുമുട്ടായി. അങ്ങനെ ഓൻ തന്നു. ഈ പശുമുട്ടായിയൊക്കെ അല്ലേ ഓൻ്റെ വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിനല്ലല്ലോ, അന്ന് വയറ് നിറച്ച്. അന്ന് അധികം ഓൻ്റെ ഇതിൽ ഫുള്ള് ചോക്ലേറ്റും നല്ല നല്ല സൈത്തപ്പഴവും അത്തിപ്പഴവും ഇതെല്ലാം കിട്ടിയിരുന്നു. എന്നാൽ എൻ്റെ പാത്തുവിന് വയറ്റിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒന്നും കിട്ടിയിട്ടില്ല. നാട്ടിലായതുകൊണ്ട് ഒന്നും ഉണ്ടായില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്താ പറയുന്നത്, അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാണ്ട് നിങ്ങൾ എന്തിനാ ഓൻ്റെ അടുത്ത് കൊടുത്തു വെച്ചേ, ഓനിക്ക് ഒന്നിച്ച് കാണിച്ചു കൊടുക്കാനും പറ്റില്ല, ഒക്കെ ഇരുന്ന് തിന്നു. പിന്നെ ഓനിക്ക് തന്നെ കേട്, പിന്നെ ഭക്ഷണവും കഴിക്കൂല. അപ്പോൾ ഓരോന്നും ഇടക്ക് കൊടുക്കണേന് ഒക്കൂല അല്ലേ. ഉമ്മാൻ്റെ സന്തോഷം കൊണ്ട് കൊടുത്തു വിട്ടേട്ടോ. ഓന് ചെന്നപ്പോൾ മുട്ടായി ഉമ്മ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വെക്കണ്ടേ ചോനെ കണ്ടപ്പോൾ ഇതായി, അതുകൊണ്ട് കൊടുത്തു വിട്ടതാണ്. എന്നാൽ ഇനി കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്താ പിന്നെ പുതിയ വിശേഷം പറയാനുള്ളതൊന്നുമില്ല. ഇന്ന് നമുക്ക് പിന്നെ ചിരിയുമ്പത്തിനും എന്തെങ്കിലുമൊക്കെ വെള്ളം കലക്കേണ്ടി വരും. എത്തിയിട്ടില്ലെങ്കിൽ ചായ ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ദിവസം ഓരോന്നും അറിയില്ല, എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഗ്യാസ് കഴിഞ്ഞ് പോയി. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോൻ പഴയ തന്നുകൊണ്ടിരിക്കണ്ടോ പാത്തു കുഞ്ഞോളെ
കുഞ്ഞോളെ പഴയതാ ചെറിയില് കുട്ടികളൊക്കെ ഉറങ്ങി നീച്ചു കേട്ടോ. അപ്പോൾ ഓലയിട്ട് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിരിക്കുന്നത്. അപ്പോൾ നീച്ചുമോന് പഴം വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പഴം കൊടുത്തതാണ് കഷ്ണാക്കിയിട്ട്. പഞ്ചസാരയും വേണമെന്ന്, അതാണ് അവൻ്റെ ഹോബി, പഞ്ചസാര. അപ്പം അതിന് വേണ്ടി തിരക്കൂട്ടോ രണ്ടാളും കണ്ടോളിയുണ്ട്. പഴത്തിനും വേണ്ടിയിട്ടുള്ള പിന്നാലെ പോകുമ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു കേട്ടോ. അവർക്ക് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പഴം പൊയിങ്ങാത്തല്ലേ എഴുതിയത്. ഓല് മേശമ്മ കയറിയിരുന്നു കേട്ടോ. എന്താണ് ആ ഫോണിപ്പോൾ തീരെ ക്ലിയർ കിട്ടുന്നില്ല ക്യാമറ. വിളിച്ച ഫോണിൽ വിളിച്ച ഹലോ വിളിച്ച ആ ആ ആ മമ്മ കുട്ടിയുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് നുറുക്കി ഇങ്ങനത്തെ ഒരു നേന്ത്രപ്പഴം നുറുക്കിയിട്ടിട്ട് ഒന്ന് ഡാൻസെടുത്താൽ കേട്ടോ. പഞ്ചസാര ഏലക്കായും പാലും കൂട്ടിയിട്ടോ. ഇനി ഒന്നും കൂടി കുറച്ച് തണുത്തോളം കൂട്ടിയിട്ട് ഡാൻസെടുക്കുക ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ രസം. നല്ല കട്ടിയിൽ തന്നെ ഷേക്ക് പോലെ അങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതങ്ങ് കുടിച്ചാൽ ഇപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി 2 വട്ടം ഉണ്ടാക്കി എന്നിട്ട് മക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ. അപ്പോൾ അത് 3ാമത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് അടിച്ചണ മുന്നേ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ ഇവൾക്ക് തന്നെ വേണം ഒരു പഴത്തിൻ്റെ ജ്യൂസ്. നല്ല കട്ടിയിലും കനത്തിലും കണ്ട് അടിച്ചു കൊടുത്താൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ കുട്ടികൾക്കൊക്കെ ഇതായിട്ടുണ്ട്. ഇതായിബനിക്കും ഒന്നുകൊണ്ട് അടിച്ചു കൊടുത്തതാണ് കേട്ടോ ഞാൻ. കൂട്ടുകാരെ നമ്മളെ ബനാന ഷേക്ക് ഇവിടെ റെഡി ആയിട്ട് അടിപൊളി ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കൂട്ടിയ പാല്, ഏലക്കായി, പഞ്ചസാര, കുറച്ച് തണുത്ത വെള്ളം. അതിൽ ഐസിൻ്റെ കട്ട ഇട്ടിട്ട് അടിച്ചെന്നുണ്ട് ഇതിലേറെ ബൗസാണ്. നമ്മൾ ഐസിൻ്റെ കട്ടാക്കാണെന്ന് വെച്ചില്ല പാല് അങ്ങനെ ഒരു കുപ്പിയിൽ വെച്ചതേനു. ജ്യൂസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയതായിട്ട് കാണുന്നത് സബ് ചെയ്യുക. കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വായിക്കാനല്ലോ എന്താ കണ്ടിട്ട് അവിടെ വെള്ള കളർ. ഓ മാമ കുട്ടിക്ക് എന്താ വേണ്ടത് നിങ്ങളെ പറയാം. അപ്പോൾ കൂട്ടുകാരും പറഞ്ഞാൽ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓക്കെ ബൈ. അപ്പം നിങ്ങൾക്ക് നിന്നൊക്കെ എൻ്റെ മോനുമ്മ